അടുത്തിടെയായി കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കേസുകളിൽ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ വഴി തുറന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ നടന്ന വാഹനാപകടവും അതിൽ പാറശാല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി അനിൽകുമാറിന് പങ്കുണ്ടെന്ന് ആരോപണപ്പെടുന്നതും ഈ വിവാദങ്ങൾ പുതിയ മാനം നൽകിയിരിക്കുന്നു. നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ അത് സേനയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. കിളിമാനൂർ സംഭവത്തിൽ അനിൽകുമാർ ഒളിവിൽ പോയതും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണങ്ങളും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, മറിച്ച് അടുത്ത കാലത്ത് പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന നിരവധി വിവാദങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഒരു രാജ്യത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ നിയമവാഴ്ചയുടെ നെടുംതൂണാണ് പോലീസ് സേന. നിയമം സംരക്ഷിക്കുകയും കുറ്റകൃത്യങ്ങൾ തടയുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും തുടങ്ങിയവയാണ് അവരുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമാകും. അനിൽകുമാറിനെ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടുന്നത് സാധാരണ പൗരന്മാർക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം കുറയ്ക്കാൻ ഇടയാക്കും. അഴിമതി, അധികാര ദുർവിനിയോഗം തുടങ്ങിയ ആരോപണങ്ങൾ പലപ്പോഴും പോലീസ് സേനയ്ക്കെതിരെ ഉയർന്നു വരാറുണ്ട്. ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം പ്രവർത്തികൾ നല്ലൊരു ശതമാനം വരുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ പ്രതിച്ഛായയ്ക്ക് പോലും കളങ്കം വരുത്തുന്നുണ്ട്. അടുത്തിടെയായി പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില സംഭവങ്ങളും ഇതിന് ഉദാഹരണമാണ്. മയക്കുമരുന്ന് കേസുകളിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം, കള്ളക്കേസുകൾ ചുമത്തൽ, കസ്റ്റഡി മർദ്ദനം തുടങ്ങിയ ആരോപണങ്ങൾ പോലീസ് സേനയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്താൻ കാരണമായിട്ടുണ്ട്. കിളിമാനൂർ കല്ലമ്പലം റോഡിൽ നടന്ന വാഹനാപകടം ഒരു സാധാരണ അപകടമായിരുന്നില്ല. ഒരു കാർ ഒരു കാൽനട യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയത് വലിയ നിയമലംഘനമാണ്. അപകടത്തിൽപ്പെട്ടയാൾക്ക് 1 മണിക്കൂറോളം റോഡിൽ രക്തം വാർന്ന് കിടക്കേണ്ടി വന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ നിഷ്കരണമായ പ്രവൃത്തിക്ക് പിന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സംഭവം കൂടുതൽ ഗൗരവമായി. അന്വേഷണത്തിൽ അപകടമുണ്ടാക്കിയ കാർ പാറശാല SHO പി അനിൽകുമാറിന്റേതാണെന്ന് കണ്ടെത്തി. കാർ അമിത വേഗതയിലായിരുന്നുവെന്നും അപകടത്തിന് ശേഷം കാറിന്റെ മുൻഭാഗം തകർന്ന നിലയിലായിരുന്നുവെന്നും തെളിഞ്ഞു. ഇതിലും ഗുരുതരമായ ആരോപണം അപകടത്തിന് ശേഷം കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ്. ഇത് അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അനിൽകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിന് ശേഷം അദ്ദേഹം ഒളിവിൽ പോവുകയായിരുന്നു. ഒരു നിയമപാലകൻ തന്നെ നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദക്ഷിണ മേഖല IG S ശ്യാംസുന്ദർ ഉത്തരവിട്ടു. കേസിന്റെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആറ്റിങ്ങൽ DYSPക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസ് സേനയിൽ ഭൂരിഭാഗവും സത്യസന്ധരും കഠിനാധ്വാനികളുമാണ്. എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ തെറ്റായ പ്രവണതകൾ അവരെ എല്ലാവരെയും മോശമായി ചിത്രീകരിക്കാനും കാരണമാകുന്നു. കിളിമാനൂർ സംഭവം ഈ യാഥാർത്ഥ്യം അടിവരയിടുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഈ കേസിന്റെ വിധി തെളിയിക്കും. അനിൽകുമാറിനെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നീതി നടപ്പാക്കണമെന്നാണ് സമൂഹത്തിന്റെ ആവശ്യം. ഇത് കേവലം ഒരു വാഹനാപകട കേസ് മാത്രമല്ല, മറിച്ച് നിയമവാഴ്ചയുടെയും നീതിയുടെയും ചോദ്യം ചെയ്യൽ കൂടിയാണ്.